ഡിക്കിയിൽ ലൈറ്റ് ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ട് പല വണ്ടികളിലും. ഐ മീൻ അത് കാരണം പുറത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഡിക്കി തുറക്കുമ്പോൾ നമ്മൾ ഷെയ്ഡിലാണ്. ഇതൊക്കെ ഇത് ഒരു ലാമ്പ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് എത്ര രൂപ വേണം? അത് ഡിക്കിയുടെ മറ്റേ ലാച്ചിന്റെ കൂടെ അങ്ങ് ഇത് ചെയ്താൽ മതിയല്ലോ, സിങ്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ തുറക്കുമ്പോൾ മാത്രം ലൈറ്റ് കത്തുക. ഇത് നമ്മൾ മറ്റേ കോൾ വർക്കേഴ്സിനെ പോലെ നമ്മൾ തലയിൽ ടോർച്ചും വെച്ചോണ്ട് പോകണമല്ലോ. അത് പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു ലിനിയ ഉണ്ടായിരുന്നു കേട്ടോ. ലിനിയ ഉണ്ടായിരുന്നു. അതിന്റെ ബൂട്ടാണ് ഭയങ്കര വലുതാ, നല്ല വലുതാ. അതിന്റെ അകത്ത് എനിക്ക് ശരിക്കും ഇത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് ഞാൻ ഈ ലിനിയ ഓടിച്ചു പോയി. എന്നിട്ട് ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ. എന്തായാലും എങ്ങനെയൊക്കെയോ ദ കോൺവെർസേഷൻ ടേൺ ടു മീ ബീങ് ക്ലോസ്ട്രോഫോബിക് അബൌട്ട് തിങ്സ്. ഐ മീൻ ലൈക്ക് ഇൻ ജനറൽ ഞാൻ ക്ലോസ്ട്രോഫോബിക് ആണ്. അപ്പോൾ ലൈക്ക് ഞങ്ങളുടെ അവിടെ ഉള്ളവരെല്ലാം കൂടെ പറഞ്ഞ് ഈ ഡിക്കിക്കകത്തേ ഒരാൾക്ക് കയറി ഇരുന്നിട്ട് പുറത്തുനിന്ന് അടച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ക്ലോസ്ട്രോഫോബിയ വരുമെന്ന് നോക്കാന്ന് പറഞ്ഞു. ആൻഡ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് അവന് ഒരു ക്ലോസ്ട്രോഫോബിയ ഇല്ല, അവന് വേണമെങ്കിൽ ചെയ്ത് കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വണ്ടി ഓടിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പം അവൻ അതിനകത്ത് കയറി, ഞാൻ ലോക്ക് ചെയ്തു. ആൻഡ് അവന് ഒരു മിനിറ്റോളം ഇരുന്നു, പുറത്തിറങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു ഇത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്ലോസ്ട്രോഫോബിയ ഒന്നും വരത്തില്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറയാം. കൊച്ച നമ്മൾ ലൈക്ക് ഒരു 10-12 വർഷം മുമ്പാണ് കേട്ടോ. അതുകൊണ്ട് ലൈക്ക് ആ ഒരു സെൻസിൽ എടുക്കാവൂ. അതായത് ഇങ്ങനെ ഒരു 22-23 വയസ്സിൽ നമ്മൾ ചെയ്യുന്ന ആനമണ്ടത്തരങ്ങളിൽ ഒന്ന്. അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്ത് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ കയറാൻ പോയി. പക്ഷെ ഈ കയറാൻ പോയതും എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ എനിക്ക് മോർട്ടൽ ഫിയർ. എനിക്കാണെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അകാരണമായ പേടിയാണെന്ന് എനിക്കും അറിയാം. പക്ഷെ എനിക്കെന്തോ ഐ വാസ് ഫീലിംഗ് വെരി ഗുഡ് അബൌട്ട് ഇറ്റ്. കാരണം എനിക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ ലിഫ്റ്റിൽ കുടുങ്ങിയിട്ടുണ്ട്. ലിഫ്റ്റിനകത്ത് ഞാൻ ഒറ്റയ്ക്ക് കയറിയപ്പോൾ ലിഫ്റ്റിൽ കുടുങ്ങി. ഞാൻ ഇപ്പോഴും ലിഫ്റ്റ് കയറാറില്ല ഒറ്റയ്ക്ക്. എത്ര വയസ്സുള്ളപ്പോൾ? എനിക്ക് വല്ല 20 വയസ്സുള്ളപ്പോഴായിരിക്കും, 18 വയസ്സോ അങ്ങനെ. എപ്പോഴും ഒരിക്കൽ ഞാൻ ഒരു ഓഫീസിലെ ലിഫ്റ്റിൽ പോയപ്പോഴത്തേക്ക് അതിനകത്ത് കുടുങ്ങിപ്പോയി. അത് ചെറിയ ലിഫ്റ്റ് ആയിരുന്നു, മിററും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഞാൻ കുടുങ്ങിപ്പോയി. ഏകദേശം ഒരു 10 മിനിറ്റോളം അതിനകത്ത് നിൽക്കേണ്ടി വന്നുള്ളൂ. 10 മിനിറ്റ് പക്ഷേ സീം ലൈക്ക് എൻ എറ്റേണിറ്റി. ആൻഡ് എവർ സിൻസ് ഞാൻ ഒറ്റയ്ക്ക് ലിഫ്റ്റ് കയറാറില്ല. ആൻഡ് ഐ ഫീൽ വെരി എന്ന് വെച്ചാൽ ഞാൻ പാരലൈസ്ഡ് ആയി പോകും ആ അവസ്ഥയിൽ. അപ്പൊ അത് കാരണം ഞാൻ പക്ഷെ എന്നാ എനിക്ക് ഇതിനെ ഓവർകം ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ അതിനെ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് നോക്കാന്ന്. എന്നിട്ട് ഞാൻ ഡിക്കി കയറാൻ പോയി. ബട്ട് സംഹൗ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അതിൽ കയറിയില്ല. ഓക്കെ. ആൻഡ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴേ, എന്നിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ താക്കോൽ എന്റെ പോക്കറ്റിൽ കിടക്കുക. സോ ജസ്റ്റ് ഇമാജിൻ, അന്ന് ഞാൻ ആ ഡിക്കിക്കകത്ത് കയറി ഇരുന്നിരുന്നെങ്കിൽ. ആൻഡ് ഈ ലിനിയുടെ ഇതിനകത്ത് നമുക്ക് മറ്റേ താക്കോലിട്ട് തുറക്കാനേ പറ്റുള്ളൂ ഡിക്കി. അല്ലാതെ മറ്റേ ഇപ്പോഴത്തെ പോലെ സെൻട്രൽ ലോക്കിംഗ് ബട്ടൺസ് ഒന്നുമില്ല അൺലോക്ക് ചെയ്യാനായിട്ട്. താക്കോലിട്ട് തുറക്കാൻ പറ്റൂ. സ്കാർഡ് ഫോർ ലൈഫ് ആയേ. ഐ മീൻ ലൈക്ക് എനിക്ക് ലൈക്ക് ഇപ്പോഴും ഞാൻ ചിന്തിക്കുമ്പോൾ ഐ സ്റ്റിൽ കാൻ തിങ്ക് ഓഫ് ദി ഇൻസിഡന്റ് വിത്തൗട്ട് യുനോ ഹാവിങ് ഷിവേഴ്സ് സെന്റ് ഡൗൺ മൈ സ്പൈൻ. ആൻഡ് എനിക്കിപ്പോ തോന്നുന്നു ഇതിനകത്ത് നിന്നപ്പോ റിമോട്ട് വെച്ച് അൺലോക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഡിക്കിക്കകത്ത് നിന്ന് റിമോട്ടിന്റെ സിഗ്നൽസ് പുറത്തോട്ട് പോകില്ല. കാരണം മറ്റേ ഇലക്ട്രോ മാഗ്നറ്റിക് ഷെല്ലല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ താക്കോല് വെക്കാണ്ട് പൂട്ടാൻ പറ്റുന്ന സാധനങ്ങള് താക്കോല് വെച്ച് തുറക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതെ. അപ്പൊ അങ്ങനെ വരരുത് അല്ലേ. അങ്ങനെ ഒരു സംഭവം isn't it too dangerous എന്നുള്ളതാണ്. അപ്പൊ ഈ so what do you think about central lock? So that must be a bliss feature for you. ആണ്. ഞാൻ ഈ സെൻട്രൽ ലോക്ക് വന്നു തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. Like when you press the unlock once, only the driver door is unlocked. Right, yeah. And then when you press again, the other doors are unlocked. Security feature ആണത്. And ഭയങ്കര നല്ലതാണ്. And so easy to it isn't very intrusive. അതായത് if you want all the doors unlocked, you just press it one more time. പക്ഷെ ഇതിനിപ്പോ എന്റെ ഒരു മസിൽ മെമ്പർ എനിക്കുണ്ട്. ഈ സാധനം യൂസ് ചെയ്ത് കൂടുതലും ആൾക്കാര് മൊത്തം കയറാനാണ് യൂസ് ചെയ്യുന്നത് കാറ്. അപ്പൊ ഞാൻ എപ്പോഴും 2 പ്രാവശ്യം പ്രസ് ചെയ്യുന്നത്. പാർക്കിംഗ് ലോട്ടിൽ പോയി 2 അടി അടിക്കും, കിഡ്നാപ്പർ കയറും, കൊണ്ടുപോകും. അല്ല പക്ഷെ ഇപ്പം ഈ പ്രോക്സിമിറ്റി സ്വിച്ചസ് വന്നതിന് ശേഷമേ ഇപ്പൊ ഞാൻ ആ ഡോറിൽ പോയി പ്രസ് ചെയ്താ കയറുന്നത്, റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് കയറുന്നത്. അത് ഈ ഇതുപോലത്തെ വണ്ടിയൊക്കെ പ്രോക്സിമിറ്റി ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കീലെസ് ഇഗ്നിഷൻ അല്ലേ? കീലെസ് ഇഗ്നിഷൻ. അതെ അതെ അതെ. കീലെസ് എൻട്രി, കീലെസ് ഇഗ്നിഷൻ. അതെ. കീലെസ് എൻട്രിയും കീലെസ് ഇഗ്നിഷൻ നല്ല. ഈ കീലെസ് എൻട്രിയുടെയും കീലെസ് ഇഗ്നിഷനും വേറൊരു പ്രശ്നമുണ്ട്.
താക്കോല് കളഞ്ഞു. എങ്ങനെ കളഞ്ഞു? വണ്ടിക്കകത്ത് കളഞ്ഞു. കാരണം വണ്ടിക്കകത്ത് എവിടെ ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ടായി നിൽക്കുക, ഓടുമല്ലോ. പക്ഷെ ഈ സാധനം എവിടെയാന്ന് അറിയത്തില്ല, ആരുടെ ബാഗിലാന്ന് അറിയത്തില്ല. എപ്പോഴും പറ്റാറുണ്ട് ഞങ്ങൾക്ക്. എനിക്ക് എപ്പോഴും ഈ പോക്കറ്റ് ലൂസായിട്ടാ കിടക്കുന്നെങ്കിലേ ഞാൻ കേറിട്ട് ഈ സീറ്റിന്റെ ഇടയിലോട്ട് ഈ സാധനം അങ്ങ് പോകും. പിന്നെ വണ്ടിക്കകത്ത് ഉണ്ടെന്ന് അറിയാം, പക്ഷെ തപ്പിയെടുക്കാനായിട്ട് പിന്നെ നമ്മള് നിർത്തി സർക്കസ് കാണിച്ച്. പക്ഷെ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ട് കേട്ടോ, വണ്ടിയുടെ അകത്ത് ഇല്ലായിരുന്നിട്ടും വണ്ടി ഓടി കുറച്ച് ഫ്രണ്ടിലോട്ട് പോയ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കീ മിസ്സിങ്ങോ എന്താണെന്ന് അറിയാം. അപ്പൊ അതെനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവം. കാരണം എങ്ങാനും നമ്മളിനി എവിടെയെങ്കിലും പോയിട്ടേ പിന്നെ വണ്ടി സ്റ്റാർട്ട് ആവാതെ വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും. പക്ഷെ ഇതിനകത്തെ ഈ വണ്ടിക്കകത്ത് ഞാൻ ഈ ഇപ്പൊ വണ്ടി നിർത്തിയിട്ട് ഇപ്പൊ ഗേറ്റ് തുറക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകുമല്ലോ, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കീ നോട്ട് ഇൻ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് അലാറം ഭയങ്കരമായിട്ട് ബ്ലെയർ ചെയ്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം പേടിക്കണ്ട. ഈ വണ്ടിയിലില്ല, എനിക്ക് എല്ലാ വണ്ടിയിലും എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഐ വാസ് ജസ്റ്റ് തിങ്കിങ്. കാരണം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഈ വണ്ടിയുടെ അകത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ കീ ഒരിക്കൽ വണ്ടിക്കകത്ത് ഉണ്ടായിട്ട് സ്റ്റാർട്ട് ആവുകയും പിന്നീട് കീ പുറത്തോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ദർ മസ്റ്റ് ബി സംഭവം അല്ലേ. ആൻഡ് ഓൾസോ പ്രോക്സിമിറ്റി കൊണ്ട് മാത്രം ഇത് സ്റ്റാർട്ട് ആവും തോന്നല്ല, വണ്ടിയുടെ അകത്ത് തന്നെ വേണം. വണ്ടിയുടെ പുറത്ത് നിൽക്കുകയാണെങ്കിലും സ്റ്റാർട്ട് ആവത്തില്ല. അപ്പൊ പിന്നെ ദാറ്റ്സ് എ ഫെയർ പോയിന്റ്. കാരണം അത് എന്താണ് പോസിബിൾ സിനാരിയോസ് എല്ലാം ദേ ഹാവ് ടേക്കൺ ഇൻടു കൺസിഡറേഷൻ അല്ലേ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇതിന്റെ ഈ കീ ഫോബിന്റെ ചാർജ് കുറയുമ്പോ നമ്മൾ ഈ എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ അല്ലേ, അതിന്റെ അകത്ത് അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിലിപ്പോ തന്നെ പിടിച്ച് നിൽക്കേണ്ടി വരും. ഓക്കെ, എന്റെ ഒരു ഐട്ടൺ ഉണ്ട്, അച്ഛനൊരു ഐട്ടൺ എടുത്തായിരുന്നു റീസെന്റ്. അപ്പൊ ഈ വണ്ടിക്ക് ഇതുപോലെ സെൻട്രൽ ലോക്ക് കമ്പനി തരുന്നില്ലായിരുന്നു, പുറത്തുനിന്ന് ചെയ്തതാണ്. അപ്പോ അതൊരു ടൈമർ ബേസ്ഡ് സെൻട്രൽ ലോക്ക് ആണ്. എന്ന് വെച്ചാൽ വണ്ടിയുടെ ഡോർ അടച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുമ്പോ അത് ലോക്കായി പോകും. അങ്ങനെ പല പ്രാവശ്യം ആ വണ്ടി ലോക്കായി പുറത്തായി. പിന്നെ ഇപ്പം വണ്ടി എന്താണ് പ്രശ്നം? അങ്ങനെ ലോക്കായി പുറത്തിറങ്ങുമ്പോ എന്താണ് പ്രശ്നം? പിന്നെ തിരിച്ചറിയാൻ പറ്റൂല. അല്ല, താക്കോൽ നമ്മുടെ ഇരിക്കൂലേ? താക്കോല് വണ്ടിക്കകത്ത് ഇഗ്നിഷനകത്ത് താക്കോൽ ഇരിക്കുമ്പോ നമ്മൾ പുറത്തിറങ്ങിയാൽ ലോക്കായി. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ അത് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ സ്ഥിരം ഈ മറ്റേ പ്രോക്സിമിറ്റി റിക്വസ്റ്റിന്റെ കീ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനേ ഇപ്പം ഈ സ്ഥിരം പ്രസ് ഓടിക്കുന്നതുകൊണ്ട് ഈ മറ്റേ പ്രോക്സിമിറ്റി കീ ആണല്ലോ എന്റെ ഉള്ളത്. അപ്പൊ അതെന്റെ പോക്കറ്റിലായിരിക്കും. അപ്പൊ ഞാനിപ്പോ ബൈ ഡിഫോൾട്ട് വണ്ടി ഓഫ് ചെയ്തിട്ടല്ല വണ്ടി ഇറങ്ങുന്നത്. അപ്പൊ താക്കോൽ ഊരാൻ ഞാൻ ഓർക്കാറില്ല. അങ്ങനെ ഞാൻ ഇത് താക്കോല് വണ്ടിയിൽ ഇഗ്നിഷനിൽ വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുന്നു, വണ്ടി ഡോർ അടയ്ക്കുന്നു, വണ്ടി ലോക്ക് ആവുന്നു. സ്പെയർ കീ അല്ലെങ്കിൽ ചിലർ ഈ മറ്റേ ഇതിന്റെ ഇടയിൽ കൂടെ താത്തൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ ആ വണ്ടി എടുക്കുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പുറത്തുനിന്ന് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്, സ്റ്റാൻഡർഡൈസ്ഡ് സിസ്റ്റം ഇല്ല. പിന്നെ അവരെല്ലാ സിനേറിയോസും കവർ ചെയ്യുന്നില്ല. അതുപോലെ വേണ്ടാത്ത കുറെ സിനേറിയോസ് കവർ ചെയ്യുന്നുണ്ട്. ചില സെൻട്രൽ ലോക്കില് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കീ വെച്ചിട്ട്. എന്തിന്? AC പക്ഷെ AC ഓൺ ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അല്ല, AC ഓൺ ആയിരിക്കുകയാണെങ്കിൽ എന്നിട്ട് സ്റ്റാർട്ട് ആക്കി നിർത്താൻ, തണുപ്പിക്കാൻ അങ്ങനെ ആയിരിക്കും. AC വേണ്ടി ഓൺ ആക്കി നിർത്തുന്നതായിരിക്കും. AC-ലാണ് ലാസ്റ്റ് കിടക്കുന്നെങ്കിൽ വണ്ടി ഓൺ ആയി നിൽക്കും അല്ലേ? അതെ. AC ഞാനങ്ങനെ AC ഓഫ് ചെയ്യാറില്ല. കാരണം വണ്ടി ഓഫ് ചെയ്യുമ്പോ AC ഓൺ ആവുന്നത് വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴേ വരുന്നതല്ല, വണ്ടി സ്റ്റാർട്ടായ ശേഷമാണ്. അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ AC ഓഫ് ആക്കാറില്ല. ആക്ച്വലി ഇപ്പോഴും എന്റെ വീട്ടിലൊക്കെ വൻ സീനാണ്. ഞാൻ വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ AC ഓഫ് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം എനിക്കറിയാം ഈ കംപ്രസർ ഓൺ ആവുന്നത് വണ്ടി ഓണായി കഴിഞ്ഞ് കുറച്ച് സമയം, ഒരു മിക്കവർക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വണ്ടി ഓണായി ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ കംപ്രസർ ഓൺ ആവുന്നത്. അപ്പൊ തന്നെ നമുക്ക് RPM ഒരു ഡ്രോപ്പും കാണാൻ പറ്റും. അതുകൊണ്ട് വണ്ടി ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾ AC ഇട്ടിട്ടുണ്ടെങ്കിലും ഇട്ടിട്ടില്ലെങ്കിലും AC ഓൺ ആവാൻ പോണില്ല. അപ്പൊ ഞാൻ അങ്ങനെ നിർത്താറില്ല, AC ഓഫ് ആക്കി അല്ല നിർത്തുന്നത്. പക്ഷെ ഇതിന് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പഴി കേട്ടോണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവർക്ക് ഇത് പറഞ്ഞാലും മനസ്സിലാക്കും. അപ്പൊ ഞാൻ അവസാനം ഇത് ഇവർക്ക് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊന്നും നോക്കണ്ട, നീ AC ഓഫ് ആക്കിയിട്ട് ഇറങ്ങിയാൽ മതി. ലൈക്ക് ഐ മീൻ എനിക്കിത് ഭയങ്കര കോമിക്കലായിട്ട് തോന്നാറുണ്ട്. ദാറ്റ് ദേ ഡോണ്ട് ബിലീവ് ഇൻ റീസൺ എന്നുള്ളത്. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് എനിക്ക് മനസ്സിലാവാറില്ല. എനിക്ക് തോന്നുന്നു മെനി പീപ്പിൾ ഡോണ്ട് വോണ്ട് ടു ബിലീവ് ഇൻ റീസൺ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ വിചാരിക്കുന്നത് പീപ്പിൾ ആർ ഗോയിങ് ഫോർ ദി ഈസിയസ്റ്റ് സൊല്യൂഷൻ. എളുപ്പം. അതാണ് മറ്റേ ഈ തിങ്കിങ് ഫാസ്റ്റ് തിങ്കിങ് സ്ലോ എന്ന് പറയുന്ന ബുക്ക് അവര് പറയുന്നത്. അതിന് ആക്ച്വലി ഈ ഡാനിയൽ കാനമാൻ എന്ന് പറയുന്ന ആള് ഹി വാസ് എ ബിഹേവിയറൽ എക്കണോമിസ്റ്റ്. അതിനകത്ത് പുള്ളി പറയുന്നത് അതാണ്, അതായത് മനുഷ്യരുടെ ഓട്ടോമാറ്റിസിറ്റി ഉണ്ടല്ലോ, അത് റാഷണൽ അല്ല.
ഓക്കെ റാഷണലായിട്ട് അല്ല നമ്മൾ ഒന്നും ഡിസൈഡ് ചെയ്യുന്നത്. വി ഫസ്റ്റ് ഡിസൈഡ് ആൻഡ് ദെൻ ജസ്റ്റിഫൈ ആഫ്റ്റർവേർഡ്സ്. നമ്മുടെ ഡിസിഷൻ ഹാസ് ഓൾറെഡി ബീൻ മെയ്ഡ്. അത് റാഷണൽ അല്ല, അത് നമ്മുടെ ഇമോഷണൽ ആണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത്. വാട്ട് എവർ ഫീൽസ് റൈറ്റ് ടു us, ഫീലിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ രാത്രി ലൈറ്റ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് റൂമിൽ കാണുന്ന ആ രൂപം പാമ്പാണ്. പ്രേതമാണ്. തുണി കൂട്ടിയിട്ടേക്കുന്നതല്ല, പ്രേതമാണ്. അതെ, ആക്ച്വലി അതെ. ഈ ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ പ്രിമിറ്റീവ് ബ്രെയിന് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് ലോഡ് കുറവാണ്. ആക്ച്വലി റാഷണലി ഇതിനെ തിങ്ക് ചെയ്ത് എടുക്കണമെങ്കിൽ സമയം എടുക്കും, എനർജി സ്പെൻഡ് ചെയ്യണം. അപ്പം എനർജി മിനിമൈസ് ചെയ്ത് എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണല്ലോ ഏത് മെഷീന്റെയും ഒരു നേച്ചർ.